ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ഐഡി വെരിഫിക്കേഷനും പിൻ വെരിഫിക്കേഷനാണ്. അപ്പം നമുക്ക് വീഡിയോ പാക്കണം. പിന്നെ നമ്മൾ എന്തും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ആഡ്സൻസ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അപ്പം നമ്മൾ ഐഡി ഓപ്പൺ ചെയ്യുവാണേ, സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ടോ, ആ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വെയിറ്റ് ചെയ്യുക, ഒന്ന് ലോഡാണ് വരെയായിട്ട്. എന്നിട്ട് ഫിക്സ് ഇറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട റെഡ് കളറുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. വെയിറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യാൻ വരും, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫിക്സ് ഇറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, ആധാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് പാസ്പോർട്ട്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ പാൻ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡി. ഇത്രയും 4 ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് യൂട്യൂബിന് വേണ്ടത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ ക്ലിക്ക് സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഐ ഡി പ്രൂഫിലുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ആണ്, പേരൊന്നും മാറിപ്പോകരുത്. കറക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണേ. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാൻ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഐ ഡി പ്രൂഫ് ഉള്ളത് അത് കൊടുക്കുക. പിന്നെ ആധാർ ആക്സെപ്റ്റ് അല്ല, ആധാർ സമ്മതിക്കത്തില്ല. അപ്പം നമ്മളിത് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പോണേ. അതിൻ്റെ ഫ്രണ്ട് കോപ്പിയും ബാക്ക് കോപ്പിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് കോപ്പിയുടെ സ്ഥാനത്ത് ഫ്രണ്ട് കോപ്പി അപ്ലോഡ് ചെയ്യുക, ബാക്ക് കോപ്പിയുടെ സ്ഥാനത്ത് ബാക്ക് കോപ്പി അപ്ലോഡ് ചെയ്യുക. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് പാൻ കാർഡിൻ്റെ ബാക്ക് സൈഡ് എന്തിനാണെന്നാണ്. എന്തായാലും അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മളിതിനകത്ത് പാൻ കാർഡ് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യണം കേട്ടോ. പാൻ കാർഡ് സെലക്ട് ചെയ്തു. അതായത് ഫ്രണ്ട് ഭാഗം, പാൻ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്തു. അടുത്തത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ടേ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലറാക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഇതേപോലെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് ഇടുക. കറക്റ്റ് അഡ്രസ്സ് ആയിരിക്കണം, ഒരു മിസ്റ്റേക്കും പാടില്ല. ഈ അഡ്രസ്സിലേക്കായിരിക്കും മറ്റേ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിൽ നിന്നും നമുക്കൊരു പിന്ന് ആർഡിയിട്ടുള്ള പിന്ന് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ അഡ്രസ്സ് കൂടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കറക്റ്റ് അഡ്രസ്സ്, പിൻകോഡ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഗൂഗിൾ ആഡ്സൻസിൽ നിന്നും നമ്മുടെ 6 പിന്ന് നമ്മുടെ അഡ്രസ്സിലേക്ക് വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനകത്ത് മറ്റേ വെരിഫിക്കേഷൻ പിന്നകത്ത് നമ്മൾ ആ പിൻ നമ്പർ എൻ്റർ ചെയ്യണേ. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാനത് ബ്ലർ ചെയ്യണേ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പിന്നെ വരുന്നത് ഇന്ത്യൻ പോസ്റ്റാണ്. ഇന്ത്യൻ സ്പീഡ് പോസ്റ്റ് ആയിരുന്നു. 4 വീക്സ് ആണ് ഒരു സമയം പറയുന്നത്. 3 മന്ത് ആണെന്ന് തോന്നുന്നു എൻ്റെ വാലിഡിറ്റി ഉള്ളത്. എന്തായാലും ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് പിന്നെ കിട്ടിയായിരുന്നു. ഇന്ത്യൻ സ്പീഡ് പോസ്റ്റ് വരെയായിരുന്നു നമ്മളെ പോസ്റ്റ് എത്തിയിരുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കാണാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടാമത് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇനി ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ ഇവർ വെരിഫൈ ചെയ്യും നമ്മുടെ ഐ ഡി പ്രൂഫ് കറക്റ്റാണല്ലെന്നുള്ളത്. എന്നിട്ട് നമുക്കൊരു മെയിൽ കിട്ടും. എന്തായാലും ആ മെയിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് യൂട്യൂബുകാർ നമ്മളുടെ ഐ ഡി പ്രൂഫ് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് ആ സിം പിൻ
അല്ലെങ്കിൽ നമ്മുടെ ATM പിൻ പോലത്തെ ഒരു നമ്മുടെ പിന്ന് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇനി നമുക്ക് ഒരു 3 to 4 days വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന നമ്മുടെ ഗൂഗിളിൽ നിന്ന് വന്ന നമ്മുടെ പിന്ന്. അപ്പോൾ സ്പീഡ് പോസ്റ്റിലാണ് വന്നത്. അപ്പോൾ ഇതിനകത്തൊരു 6 പിന്നുണ്ട്, അത് നമ്മൾ അതിനകത്തേക്ക് എൻ്റർ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുക. എന്തായാലും അത് പ്രൈവസി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലർ ആക്കുവാണേ. അതാണ് അപ്പോൾ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് വന്ന പിന്ന്. അപ്പോൾ നമ്മളിനി മോസില്ല ഫയർഫോക്സ് വഴി നേരെ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് ഓപ്പൺ ചെയ്യുവാണേ. മോസിൽ ഓപ്പൺ ചെയ്തു, ഗൂഗിളിലേക്ക് കയറുവാണ്ട, ഗൂഗിളിലോട്ട് കയറുന്നു. നമ്മളിതാ ഗൂഗിളിലോട്ട് കയറുന്നു, ഗൂഗിൾ ഓപ്പൺ ചെയ്തു, ഗൂഗിൾ ആഡ്സൻസ് ടൈപ്പ് ചെയ്യുന്നു, സൈൻ ഇൻ ചെയ്യുന്നു. നിങ്ങൾ ഐഡിയിലേക്ക് സൈൻ ഇൻ ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണ്ട താഴെ കണ്ട പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ആ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ ചെക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പിന്ന് അവിടെ എൻ്റർ ചെയ്യുക കേട്ടോ. നമുക്ക് കിട്ടിയ പോസ്റ്റ് കിട്ടിയ പിന്ന് ഇവിടെ എൻ്റർ ചെയ്യുക. കണ്ട നേരത്തെ ഐഡൻറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി അവിടെ പിൻ എൻ്റർ ചെയ്യുക, പിൻ എൻ്റർ ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. നമ്മളെ പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടാമത് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അതും വെരിഫിക്കേഷൻ കഴിഞ്ഞു. ജസ്റ്റ് ഒന്നൊരു F5 എന്നൊക്കെ ഇടുന്ന റിഫ്രഷ് ചെയ്യുക സ്ക്രീൻ. കണ്ട ഇപ്പോൾ രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണെങ്കിൽ നമുക്ക് $10 കേട്ടോ. യൂട്യൂബിൻ്റെ ഏണിങ്സ് $10 ആകുമ്പോഴാണ് നമുക്ക് ഈ ഓപ്ഷൻ വരുന്നത്. ഇനി 100 ആകുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് വന്ന മെയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് വന്നേക്കുന്ന മെയിൽ കാണിച്ചു തരാം. വീണ്ടും നമ്മൾ മോസില്ല ഫയർഫോക്സ് വഴി നമ്മൾ ഗൂഗിളിലേക്ക് കയറുക, മെയിൽ ഓപ്പൺ ചെയ്യുക, ഗൂഗിളിലോട്ട് കയറുക, നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യുക, മെയിൽ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് വന്നേക്കണ മെയിൽ ഇട്ടാ. ഇതാണ് വെരിഫൈ മറ്റേ പിൻ വെരിഫിക്കേഷൻ കൊണ്ടുള്ള മെയിൽ വന്നേക്കുന്നത് ഗൂഗിളിൽ നിന്നും. പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. വെരിഫിക്കേഷൻസ് ഗൂഗിൾ ആഡ്സൻസ് ഐഡൻറ്റി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കണ്ടോ. ഇതാണ് നമ്മുടെ ID പ്രൂഫ്, നമ്മുടെ പാൻ കാർഡ് വെരിഫൈ എന്നുള്ളത് സക്സസ്ഫുൾ എന്നുള്ള ഗൂഗിളിൽ നിന്ന് വന്ന മെയിൽ. പിന്നെ ഉള്ളത് ഒരു മെയിലും കൂടെ ഉണ്ടാവും കേട്ടോ. കണ്ടോ അഡ്രസ് വെരിഫൈ ചെയ്യുന്ന നമ്മുടെ പിൻ എൻ്റർ ചെയ്തില്ലേ, അതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.